എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് സർവീസിന് കിട്ടിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ S23 FE പറഞ്ഞ മോഡലാണ്. ഈ ഒരു ഫോണിൻ്റെ അവസ്ഥ നോക്കാം. കസ്റ്റമർ എറിഞ്ഞ് പൊളിച്ച് ഏകദേശം എല്ലാം തീരുമാനമായിക്കണു. ഡിസ്പ്ലേ പൊട്ടി, ഫ്രെയിം കാര്യങ്ങൾ വളഞ്ഞ്, അതുപോലെ തന്നെ ബാക്ക് ഡോറ് അതും തീരുമാനമായി, ക്യാമറ ഗ്ലാസ് പൊട്ടി, എല്ലാം ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഉള്ളിലോട്ട് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സർവീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു ഫോൺ റെഡിയാക്കി പക്കയായി കസ്റ്റമർ കൈ കൊടുക്കുക. സോ നമുക്ക് ആദ്യം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക് ഡോർ അയക്കാണ്. സാധാരണ ഒട്ടുമിക്ക എല്ലാ ഫോണിൻ്റെയും ബാക്ക് ഡോർ അയക്കുകയാണെങ്കിൽ ഹീറ്റൊക്കെ ആക്കിയിട്ട് വേണ്ടി വരും അയക്കാൻ. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ അവസ്ഥ ഇതേപോലെ ആയതുകൊണ്ട് നമുക്ക് ഹീറ്റ് ആക്കേണ്ട ആവശ്യം വന്നില്ല. ചുമ്മാ കൈ കൊണ്ട് തന്നെ ബാക്ക് ഡോർ അയച്ചിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം ഒരു 10-20 സ്ക്രൂസ് കാര്യങ്ങളുണ്ട്. ആ ഒരു സ്ക്രൂസ് റിമൂവ് ചെയ്തതിന് ശേഷം നോക്കുകയാണെങ്കിൽ വയർലെസ് ചാർജിങ്ങിൻ്റെ കണക്ടർ ഉണ്ട്. അതുകൂടി നമ്മൾ ട്യൂസർ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഡിസ്കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ബാക്കിൽ വരുന്ന ഷീൽഡും കാര്യങ്ങളൊക്കെ എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു പുതിയൊരു കോംബോ ഓർഡർ ചെയ്യുക വിത്ത് ഫ്രെയിം. അതായത് ഫ്രെയിം ഏതായാലും വളഞ്ഞതുകൊണ്ട് ഇതിൽ വെച്ച് ചെക്ക് ചെയ്ത് നടക്കില്ല. ഫ്രെയിം കൊടുക്കാനുള്ള ഒരു ലോക്കൽ കോംബോ ഓർഡർ ചെയ്തതിന് ശേഷം നമുക്ക് അതിലിട്ട് ചെക്ക് ചെയ്ത് ഫോണിൻ്റെ കണ്ടീഷൻ എന്താ നോക്കാം. ഓൺ ആകുന്നുണ്ടല്ലോ എന്ന് അറിയണ്ടേ. സോ കസ്റ്റമർ ഏതായാലും ഒറിജിനൽ കോംബോ കാര്യങ്ങൾ മാറിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ ഒറിജിനൽ കോംബോ കാര്യങ്ങൾ ഇതിന് ശേഷം ഓർഡർ ചെയ്യണം. അതിന് മുമ്പായിട്ട് ഫസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ലോക്കൽ കോംബോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉള്ള കോംബോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് ഫോണിൻ്റെ ബാറ്ററി, അതുപോലെ തന്നെ മദർ ബോർഡ് കാര്യങ്ങൾ, പിന്നെ താഴെ CC ബോർഡ് എല്ലാം ഇതിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബാറ്ററി കണക്ടർ കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാ കണക്ടർ ഇട്ടതിന് ശേഷം ഫോൺ ഓൺ ആകൊണ്ട് നോക്കാം. ഇത്രത്തോളം പൊട്ടിയതിന് ശേഷം ഗൈസ് ഈ ഒരു ഫോണിന് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല, ഉള്ളിലോട്ടൊന്നും പറ്റിയില്ല, പുറത്ത് മാത്രമേ ഡാമേജ് കാര്യങ്ങളുള്ളൂ. ഫോൺ ഓൺ ആകുന്നുണ്ട്. ഓൺ ആയതിനു ശേഷം നമുക്കാണെങ്കിൽ ക്യാമറ കാര്യങ്ങൾ, സ്പീക്കർ, ക്യാമറ, മൈക്ക് അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സാധനം ചെക്ക് ചെയ്ത് എല്ലാം പക്കയാണെങ്കിൽ സിമ്മൊക്കെ ഇട്ട് നെറ്റ്വർക്കൊക്കെ എടുക്കുന്നുണ്ട്, റേഞ്ചും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ മാത്രം പുതിയൊരു കോംബോ ഇതിനായിട്ട് ഓർഡർ ചെയ്യാം. ഓക്കെ ഗൈസ്, ഏകദേശം 2 ദിവസത്തിന് ശേഷം നമുക്കാണെങ്കിൽ ഫോണിൻ്റെ ഡിസ്പ്ലേയും അതുപോലെ തന്നെ ബാക്ക് ഡോർ കാര്യങ്ങളൊക്കെ ഒറിജിനൽ പാർട്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് ഈ ഒരു കളർ കുഴപ്പമില്ല എന്ന് പറഞ്ഞ്, നേരത്തെ കളർ വേറെ ആയിരുന്നു. ഇപ്പോൾ വന്നായിരുന്ന കോംബോയും കാര്യങ്ങളൊക്കെ ഈ ഒരു കളറാണ്. ഏതായാലും ഫോണിൻ്റെ മൊത്തം കളറ് അതുപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക് ഡോറ് ബാക്ക് ഡോർ ആയിട്ട് അവസാനം ഒട്ടിക്കാം. അതിൻ്റെ മുമ്പായിട്ട് ഈ ഒരു ഫ്രെയിമിലോട്ട് നമ്മുടെ മദർ ബോർഡ്, അതുപോലെ തന്നെ CC ബോർഡ്, ബാറ്ററി കാര്യങ്ങൾ എല്ലാം വെച്ചതിന് ശേഷം സ്ക്രൂ ഒക്കെ ഇട്ട് ചെക്ക് ചെയ്യാം. കോംബോ ഞാനാണെങ്കിൽ കുറച്ച് മുമ്പ് ചെക്ക് ചെയ്ത് നോക്കിയാണ് ഓൺ ആകുന്നുണ്ട്. ഇപ്പോൾ സ്ക്രൂസ് എല്ലാം ഇട്ടതിന് ശേഷം നമുക്കാണെങ്കിൽ ഒന്നുകൂടി ഓണാക്കി ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ശേഷം ഏറ്റവും അവസാനം ബാക്ക് ഡോർ ഒട്ടിക്കാം. പറഞ്ഞ പരിപാടി ചെയ്യും. ഇത് ഓർഡർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ കുറച്ച് സമയം എടുത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ അല്ലേ, സ്ക്രൂസും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ അല്ലേ നോക്കി. ഒരു സ്ക്രൂ മിസ്സിങ് ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം ആ ഒരു സ്ക്രൂ കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം പക്കയതിനു ശേഷം ഫോൺ ഓൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. നോക്കുക, ഇത്രത്തോളം പൊളിഞ്ഞിട്ട് പോലും ആ ഒരു ഫോൺ കിട്ടിയ സമയത്താണ് ഞാൻ ഒരിക്കലും ഓണാകുന്ന പോലും കരുതിയതല്ല. ആ ഒരു കണ്ടീഷനിലാണ് കിട്ടിയത്. പക്ഷെ എന്നിട്ട് പോലും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പുതിയ ഫോണിൻ്റെ ലുക്കിലോട്ടായതുകൊണ്ട് അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക് ഡോർ കണ്ടില്ലേ, വൈറ്റ് ഗമ്മ് വെച്ചിട്ട് ഈ ഒരു ബാക്ക് ഡോർ കാര്യങ്ങൾ ഒട്ടിക്കുകയാണ്. ബാക്ക് ഡോർ നമുക്കാണെങ്കിൽ ലൈറ്റായിട്ട് ഒട്ടിക്കാം. എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വീണ്ടും ഓപ്പൺ ചെയ്യണമെങ്കിൽ കിട്ടൂല. ഒരുപാട് ഗമ്മിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് ഗമ്മും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ബാക്ക് ഡോറും ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു കൈ ഫോൺ പിടിച്ച് ഒരു കൈ കൊണ്ട് സർവീസ് ചെയ്യണം. അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. മാക്സിമം അതാണ് കുറച്ച് കട്ട് ചെയ്ത് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബാക്ക് ഡോർ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചതിന് ശേഷം റബ്ബർ ബാൻഡൊക്കെ ഇട്ട് എല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റബ്ബർ ബാൻഡ് കാര്യങ്ങളൊക്കെ അഴിച്ച് ഫോൺ ഒന്നുകൂടി മാക്സിമം ചെക്ക് ചെയ്ത് പക്കണെങ്കിൽ കസ്റ്റമർ കയ്യിലോട്ട് കൊടുക്കുക. ഏകദേശം 3 മണിക്കൂറിന് ശേഷം റബ്ബർ ബാൻഡ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ഈ ഒരു ലുക്ക് നോക്കി നോക്കുക ഗൈസ്. കിട്ടിയ സമയത്തുള്ള അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും നോക്കി നോക്കുക. ബ്രൈറ്റ്നെസ് നല്ലപോലെ ഉണ്ട് കേട്ടോ. പക്ക ഒറിജിനൽ കോംബോയാണ്. അതുപോലെ തന്നെ വിത്ത് ഫ്രെയിമായി വന്നതുകൊണ്ട് നമുക്കാണെങ്കിൽ ഗമ്മും കാര്യങ്ങളും കോംബോയിൽ ഗമ്മറിൻ്റെ ആവശ്യം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാം പക്കയായിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഫോൺ കിട്ടിയായിരുന്ന അവസ്ഥ ഇതേപോലെയാണ്. ഇത്രത്തോളം ക്യാമറ ഗ്ലാസും കാര്യങ്ങളും ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഇതേപോലെ ആക്കിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതിനെക്കാട്ടിലും മികച്ച മറ്റൊരു അടിപൊളി വീഡിയോയുമായി കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷയോടെ ബൈ ഗൈസ്.